നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറൂസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്കരികെയുള്ള ബേത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്തു വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരീസയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 12-ാം തീയതി ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റുമിരിക്കുമ്പോൾ നമുക്കറിയാം, നാളെ ഹോസാന ഞായറാഴ്ചയാണ്. എന്താണ് ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം? ഹോസിയാന എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് ഈ വാക്കുണ്ടാകുന്നത്, ഹോസാന എന്ന വാക്കുണ്ടാകുന്നത്. ഹോസാന എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ്, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സേവ് അസ് വി പ്രേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന ഒരു നിലവിളിയാണ് ഹോസാന എന്ന. സേവ് അസ്, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു നിലവിളിയാണ്. ഹോസാന, കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ എന്ന ഒരു നിലവിളിയാണ് ഹോസാന ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് അതിനെ പറയുന്നത്, അപ്പോൾ ഒന്നാമതായി ഇറ്റ്സ് എ പ്ലീ ഫോർ സാൽവേഷൻ, രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മുറവിളിയാണ്, രക്ഷിക്കണമേ. രണ്ടാമതായി ഇറ്റ് ഈസ് എ ജോയ്ഫുൾ ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. അത് വളരെ സന്തോഷമുള്ള ഒരു പ്രഖ്യാപനമാണ്. ഞങ്ങളിതാ രക്ഷപ്പെട്ടിരിക്കുന്നു, ഹോസാന ഹോസാന, ഞങ്ങളിതാ, കാരണം ഞങ്ങളെ എല്ലാ തരത്തിലും
രക്ഷിക്കാൻ കഴിവുള്ളവൻ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല, ഞങ്ങളുടെ രക്ഷകൻ വന്നിരിക്കുന്നു. അപ്പോൾ രക്ഷ പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ്, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു, യുദ്ധം തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. കാരണം ഈ യുദ്ധത്തിൽ ഞങ്ങളെ ജയിപ്പിക്കാൻ കഴിയുന്നവൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്കിനി ഒന്നും നോക്കാനില്ല. ഹോസാന. ഞങ്ങൾ ജോയ്ഫുൾ ഡിക്ലറേഷനാണ്, ഞങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇല്ലേ, ചില സമയങ്ങളിൽ മാനുഷികമായി നമ്മൾ ഡോക്ടർ വന്നു, രക്ഷപ്പെട്ടു. ഡോക്ടർ വന്നു എന്നുള്ളത് ശരിയാണ്, നമ്മൾ നോക്കിയിട്ടുമില്ല, മരുന്ന് കുറിച്ച് തന്നിട്ടുമില്ല. എങ്കിലും ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ വന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ എത്രയോ 10,000 അല്ല എത്രയോ മടങ്ങ് വലിയ വാസ്തവമാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അതാണ് ഹോസാന എന്ന് പറയുന്ന വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥം. മൂന്നാമതായി അതൊരു ജോയ്ഫുൾ അഡറേഷനാണ്, ഒരു ദൈവാരാധനയാണ്. കർത്താവിനെ നോക്കിയിട്ട് ഈ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ തന്നെ അതിലൊരു ആരാധനയുണ്ട് എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനത്തിൽ 118-ാം സങ്കീർത്തനത്തിൻ്റെ 26-ാമത്തെ തിരുവചനത്തിൽ അത് ഒരു സ്തുതിപ്പിൻ്റെ ആരാധനയുടെ ഒരു സങ്കീർത്തനമാണ്. വിജയം ലഭിച്ചതിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഞങ്ങളെ ആശീർവദിക്കും. കർത്താവ് ഹോസാന, അതായത് കർത്താവ് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, കാരണം അങ്ങ് ഞങ്ങളെ രക്ഷിച്ചവനാണ്, രക്ഷിക്കുന്നവനാണ്, രക്ഷ വരുന്നത് നിന്നിൽ നിന്നാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മളുടെ ഓരോ കുർബാനയിലും നമ്മൾ ഈ ഹോസാന പാടി കർത്താവിനെ ആരാധിക്കാറുണ്ട്. കരങ്ങളൊക്കെ ഉയർത്തി വീശിക്കൊണ്ട് ഹോസാന പറയുന്നത് അതൊരു ആരാധനയാണ്. മാലാഖമാരോട് ചേർന്ന് ദൈവമേ നീ ഞങ്ങളെ രക്ഷിച്ചവനാകുന്നു, രക്ഷിക്കുന്നവനാകുന്നു, എപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു എന്ന പ്രഖ്യാപനം ഒരു ആരാധനയാണ്, ഒരു സ്തുതിപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്തയോടുകൂടെ നമുക്ക് നാളെ പ്രഭാതത്തിൽ അവസാന ഞായറാഴ്ചയുടെ കുരുത്തോല പ്രദക്ഷിണമൊക്കെ നടത്താനുള്ള ആ ഞായറാഴ്ചയിലേക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കാൻ ഈ രാത്രിയിൽ നമ്മെ തന്നെ ഒരുക്കം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സാന്നിധ്യത്തെ എത്രമാത്രം ജനം വിലമതിച്ചു എന്നതിൻ്റെ ഒരു ഓർമ്മ പെരുന്നാളാണ് ഈ ഓസാന ഞായറാഴ്ച, കുരുത്തോല ഞായറാഴ്ച. അവൻ്റെ വിജയഭേരികൾ മുഴങ്ങുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി, മുഴക്കുന്നൊരു ദിവസത്തിന് വേണ്ടി ഈശോയോടുകൂടെ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ ഓർത്ത്, വീഴ്ചകളെ ഓർത്ത് കർത്താവിനെ ജൈവിളിക്കുന്നതിന് നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്, നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഫരീസയർ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കാൻ പറയുക എന്ന് പറയുകയും അവർ മിണ്ടാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഈശോ പറഞ്ഞു, ഈ ജനം മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ടാണ് ചില സമയങ്ങളിൽ പ്രകൃതി ആർത്ത് വിളിക്കേണ്ടി വന്നത്. നമുക്കോർക്കാം, നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിൽ, അവിടുത്തെ സ്തുതിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ നമുക്ക് വന്നുപോയ കുറവുകളെ ഓർത്തനുദവിച്ച് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് അവിടുത്തെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, വരദാനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച്, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ഈ ആശീർവാദം ഈ രാത്രിയിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഓരോ തുള്ളി രക്തത്തിലേക്കും ഈ ആശീർവാദത്തിൻ്റെ മുദ്ര പതിപ്പിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവർ, യാത്ര ചെയ്യുന്നവർ, താമസിക്കാൻ സ്ഥലമില്ലാത്തവർ, അനാഥർ, വിധവകൾ, അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ആയിരിക്കുന്നവർ, ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗാവസ്ഥകളിലായിരിക്കുന്നവർ, നാളെ സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തമായ കരം നീട്ടപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലെ യേശുനാമം വിളിച്ച ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ മുട്ടുകുത്തി ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും കുടുംബത്തിൽ സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി. നാളെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ്
അവസാന ഞായറാഴ്ചത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന കുരുത്തോല ഞായറാഴ്ചയുടെ എല്ലാ അഭിഷേകങ്ങളും സ്വീകരിക്കുന്ന ഒരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.